വിച്ച് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റി? ഓക്കെ പറയാം. ബിഗ് ബോസ് സീസൺ 7 ആ ഹൗസിൽ ഒരു ദിവസമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെങ്കിൽ രേണുസുധിയും സെലിബ്രിറ്റി തന്നെയാണ്. രേണുസുധി സെലിബ്രിറ്റി അല്ല, ചളിബ്രേറ്റി. ചളി അടിച്ചോണ്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. അയ്യേ, ബിഗ് ബോസിനകത്ത് പോയിട്ട് ഓരോ മൂലയിൽ ഇരുന്ന് പാൻ നുള്ളിപ്പെറുക്കി കൊന്നിരുന്നിരുന്ന നീ സെലിബ്രിറ്റി. കൊള്ളാം. ഇനിയിപ്പോ ഷെഫീന ബീവി ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ വാർത്തയൊക്കെ വരുമല്ലോ. ഇനി അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് കൂട്ടുക, അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് അതിൽ രണസുനയുടെ പേര് പറയുക, ഇൻഫ്ലുവൻസർ. എന്ത് ഉണ്ടയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ബിഗ് ബോസിനകത്ത് പോയിട്ട് സുധിച്ചിട്ടാ ഞാൻ എത്തി എന്നിട്ട് കയറി ചെന്നിട്ട് മൂലയിരുന്ന് ഇങ്ങനെ കൊല്ലായിരുന്നു പാനിനെ. ഇതാണ് സെലിബ്രിറ്റി? ചളിബ്രിറ്റി. ഷാരിക മേഡം ഒന്നും അറിയാതെ കിടന്ന് തിളക്കുന്നുണ്ട്. നമുക്കൊന്ന് ആ തിള കാണാം. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഞങ്ങളുടെ തന്നെ ബിഗ് ബോസോ? എന്താ ഹോട്ട്സ്റ്റാർ ഒക്കെ എഴുതി തന്നിരുന്നോ? ഞങ്ങളുടെ തന്നെ ബിഗ് ലൂസ്. ചാച്ചിയൊക്കെ പുറത്ത് നല്ല ഗീർവാണ അടിച്ച് അവിടെ പോയിട്ട് എന്ത് കാട്ടിക്കൂട്ടി ഞങ്ങൾ കണ്ടതാ. അവിടെ പോയിട്ട് രണസുനയെ പിന്നിന്ന് കുത്തിയ ആളാ. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ രണസുന അതായി ഇതായി. കൊള്ളാം, ബാക്കി പറ. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട്, ജണ്ടുമാല, ബൊക്കെ, ഹാരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തീയും പൂവും കായും പിന്നെ നല്ല വാക്ക്, ഇതൊക്കെ നല്ല വാക്കായിട്ടാണ് ചേച്ചിയുടെ ഭാവം കാണുമ്പോ അതൊക്കെ തെറിയാണെന്ന രീതിയിലാണ് ഞങ്ങൾ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നത്. അതിൽ മോശമായിട്ടൊന്നുമില്ല. ഇതിപ്പോ എന്താ പ്രശ്നം മനസ്സിലാവണില്ല, ചേച്ചി പറ. അപ്പൊ രേണുസുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുക, അവളുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തപ്പാതിരിക്കും എന്താ ചെയ്തോ. ഇതിപ്പോ ഏതെങ്കിലും ഒരു ആണാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? രണസുന എന്നെ ഷെയർ ചെയ്യുന്നു, അത് തപ്പി നോക്കണമെന്നൊക്കെ. അയ്യയ്യേ, എന്താണ് അവര് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇത്രയും നാളിനിടയിൽ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഷാരിക പറയുന്നു രണസുന അങ്ങ് എടുത്ത് ഷെയർ ചെയ്യുന്നത്. മുൻപും പിൻപൊന്നും നോക്കലൊന്നുമില്ല, നേരെ അങ്ങ് എടുത്തിടുക. കൊള്ളാം. നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. എല്ലാ അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം? ഞങ്ങൾക്ക് അതിന് നേരില്ല. ഈ അല്പവസ്ത്രധാരികളായ ആളുകളൊന്നും രണസുന എന്ന ഫേക്ക് നെയിമിൽ അറിയപ്പെടുന്ന ആളല്ല. അതാദ്യം മനസ്സിലാക്കുക. അവർ ഈ ചങ്ങാതി മരിച്ചതിന്റെ ഭാഗമായിട്ട് എയറായി വന്ന ആളാണ്. സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് ഇന്റർവ്യൂ കൊടുത്ത് നാണം കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ അവര് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ കാണാതെയാണോ അതോ കണ്ടിട്ടാണോ ചേച്ചി മിണ്ടുന്നത്? അതിലൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ 2 ദിവസമായിട്ട് കാണുന്ന വീഡിയോസിലൊക്കെ ചേച്ചി ഫുള്ള് റെഡിലാണല്ലോ. ഹെൽബോയിലറ്റ വല്ല ചാൻസും കിട്ടിയിട്ടുണ്ടോ? അല്ല വില്ലത്തിയായിട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഫുള്ള് റെഡിൽ കുളിച്ചതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ, വേറെ വിചാരിക്കല്ലേ. പക്ഷെ രണസുന ഇത്ര മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്ത മറ്റൊരാളില്ല, തപ്പി നോക്കണം പോലും. കൊള്ളാം. ഇനി നമുക്ക് രണസുനയുടെ ഒരു മ്യാസ്മരികമായിട്ടുള്ള അഭിനയം കൂടി കാണാൻ. പൊന്ന കിടിലെന്ന് പറഞ്ഞാൽ കിടിലെ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. എങ്ങോട്ടാണ് ഈ കേറി വരുന്നത്? എന്താ ചേച്ചി മുറുക്കാനാണോ ചവച്ചോണ്ടിരിക്കുന്നത്? എന്താ ചേച്ചിയെ എന്താ എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ, എന്താ പറ്റി? അയ്യോ, അവിടെ ഓരോന്ന് പറഞ്ഞിട്ട് കേറി വരുന്നേ. എന്താ മുറുക്കിട്ട് തുപ്പാൻ പറ്റുന്നില്ലേ? എന്താ അഭിനയം മോനെ. ഈ അഭിനയം കണ്ടിട്ടാണ് ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കണത്. സീരിയല് ചത്താലും അഭിനയിക്കില്ല സിനിമയിലൊന്നും. ആകെ അഭിനയിക്കുക റീൽസിൽ, ആൽബത്തിൽ മാത്രം. അതിലാണ് കുറച്ച് കൂടുതൽ കായ് കിട്ടുന്നതെന്നാ പറയുന്നത്. പിന്നെ ഇടക്കും ബാർ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ദുബായിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അത് നിന്നു. ഇനി അതൊന്നും ഈ കാലത്ത് ഉണ്ടാവില്ല. കാരണം നല്ലൊരു 1.5 അടി രണസുനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഷെഫീന ബീവി കൊടുത്തതാ. അന്വേഷണം ഒരു സൈഡിലൂടെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നിങ്ങൾ കാണേണ്ട സാധനങ്ങൾ ഉള്ളത്. കാണാം. രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ
രണ്ടാമതല്ല, മൂന്നാമതാന്നാ പറയുന്നത്. മൂന്നാമതാണെങ്കിലും മൂന്നാമത് എന്ന് ആരാ പറയുന്നത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒക്കെ രണസുന തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെമാർപ്പെടാർ എന്ന പ്രോഗ്രാമിലേക്ക് കയറി വന്ന സമയത്ത് രണസുനയോട് ലക്ഷ്മി നക്ഷത്രം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രേണുസുതി, നിങ്ങളുടെ ആദ്യത്തെ കല്യാണല്ലേ? അതെ, എന്റെ ആദ്യ വിവാഹമാണ്. കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് മാരേജ് ആണ് രേണുവിനെ സംബന്ധിച്ചിടത്തോളം. മോനെ പോലെ തന്നെ കണ്ടു, അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. അന്ന് മുതൽ ആദ്യത്തെ കല്യാണമായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അത് കഴിഞ്ഞ ആളുകൾ കുത്തിപ്പൊക്കിയപ്പോ അടുത്തേക്ക് ഞാൻ കെട്ടിയാലെന്ത് കെട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ഡയലോഗ് അടിച്ചു. അത് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ കല്യാണം ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ തന്നെ. ബാക്കി പറ. ഈ രേണു സുധി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ കല്യാണം വിവാഹം കഴിച്ച? ട്രാപ്പ് ആവാതിരിക്കോ? പേര് മാറ്റൂന്ന് പറഞ്ഞാലും കുടുങ്ങും, പാറ്റൂല എന്ന് പറഞ്ഞാലും കുടുങ്ങും. പിന്നെ ഇപ്പൊ രേണുസുതി എന്ന് പറഞ്ഞത് ഒരു ഫേക്ക് നെയിം ആണല്ലോ അല്ലേ? ചേച്ചിക്ക് ഭയങ്കര ചിരി വരുന്നു. രേണുസുതി എന്നുള്ള പേര് ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് പറ. രേണുസുതി എന്നുള്ള പേര് അതൊരു നുണപ്പേരാണ്. യഥാർത്ഥ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നാണ്. ഇനി മറ്റുള്ള ആളുകളോടൊക്കെ എന്തൊക്കെ പേരാ പറഞ്ഞെന്നുള്ളത് എനിക്ക് പോലൊരു പിടിയില്ല. ഹനാനൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്നിരുന്നു. എന്തൊക്കെയാണോ അവിടെ ഇവിടെ ഒക്കെ പേര് കൊടുത്തിട്ടുള്ളത്. ചേച്ചി പറ, എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ടല്ലോ. സുധിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണുസുതി എന്നുള്ള പേര്. ഇന്നും ഞാൻ സുധിച്ചേണ്ട ഭാര്യയല്ലേ? ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതുല്യയുടെ കലാകാരനാ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതുല്യ കലാകാരനായിട്ടൊന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ വിഷയത്തിൽ എന്താ അതുല്യ തെറി വിളിക്കാൻ വരികയാണ് വിചാരിച്ചു, അതുൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലടാ, കൊല്ലസുധി എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് എന്റെ പേര് രേണുസുധി എന്നാണെന്നുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. രേഷ്മ സുധി എന്നല്ലേ വെക്കേണ്ടേ? രേണുസുധി. ബാക്കി ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്നതിന് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അസാധ്യ ആർട്ടിസ്റ്റ് അല്ല. എന്താണ് അദ്ദേഹം അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ കോമഡി സീനുകള്, അത് കോമഡി ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം. അസാധ്യ ആർട്ടിസ്റ്റാ? എന്ത് അസാധ്യം? അങ്ങനെ ആരും പറയണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, കൊല്ലം സുധി ഒരു അസാധ്യ ആർട്ടിസ്റ്റ് അല്ല, ഒരു സാധാരണ ആർട്ടിസ്റ്റ്, അത്രേ ഉള്ളൂ. അസാധ്യമായിട്ട് അതുല്യമായിട്ട് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ആകെ കട്ടപ്പന ഋത്തിക് റോഷനിൽ ആ ചിരി വരുന്ന സീൻ നാക്കണമെന്നല്ലാതെ കോമഡി പ്രോഗ്രാമിൽ കുഴപ്പമില്ലാതെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അസാധ്യം പൊന്നെ, ഞാൻ നിരസിക്കുന്നു. എന്റെ നിരസന വേണമെങ്കിൽ ഏറ്റെടുത്താൽ മതി. ഞാൻ നിരസിക്കുന്നു. അതുല്യ കലാകാരനൊന്നും അല്ല ഈ പറയുന്ന മനുഷ്യൻ. ഭർത്താവിന്റെ നിലയിലും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്ന ഈ രേണുസുധി. അല്ലല്ല, നിയമപരമായിട്ട് രേണുസുധി അയാളുടെ ഭാര്യ ഒന്നല്ല. നിയമപരമായിട്ട് രേഷ്മ പി തങ്കച്ചനാണ് അയാളുടെ ഭാര്യ. രേണുസുധി എന്ന പേര് തന്നെ ഫേക്ക് ആണ്. ബാക്കി പറ. അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ, നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ രേഷ്മ പി തങ്കച്ചൻ. ഓക്കെ, കമന്റ് ഇടുന്നത് പോലെ തന്നെയാണ് രേഷ്മ പി തങ്കച്ചൻ. തങ്കച്ചന്റെ മകൾ രേഷ്മ, അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടാ. അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യയാകുമ്പോൾ രേണുസുധി തന്നെ. ഇനിയിപ്പം നാളെ വേറൊരാളുടെ ഭാര്യ ആയാൽ, ആകോ ഇല്ല തന്നെ ആയാൽ, ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും. രേഷ്മ പി തങ്കച്ചൻ എന്നല്ലേ പേര്? തങ്കച്ചൻ എന്ന പേര് ഇടക്കിടക്ക് മാറ്റൊന്നുമില്ലല്ലോ അല്ലേ? ചോദിച്ചതാണ് കേട്ടോ. വാക്ക് പലപ്പോഴും മാറ്റുന്നതുകൊണ്ട് ചോദിക്കുകയാണേ. കല്യാണം കഴിച്ചാൽ അല്ലേ, ഭാവിയിൽ കല്യാണം കഴിക്കുമ്പോ എന്താ പറയാ, ഒരേ സാധനം എത്ര വട്ടം മാറ്റി പറയുന്നേ. ആയാൽ ഇപ്പോഴും പറയാണ്, ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണുസുധി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതേലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ, എന്റെ കഴുത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും. അതുവരെ മാറ്റത്തില്ല. അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണുസുധി തന്നെയാണ്. തലകുത്തി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, അണ്ടർവെയർ ഇട്ടിട്ട് തലകുത്തി നിൽക്കുക. ഒരിക്കലും ലുങ്കിമുണ്ട് ഇട്ടിട്ട് തലകുത്തി നിൽക്കാതിരിക്കുക. ട്രൗസർ ഇട്ടിട്ടോ പാന്റ് ഇട്ടോ തലകുത്തി നിൽക്കുക. നിങ്ങൾ തലകുത്തി നിന്നാൽ പോലും പേര് മാറ്റില്ല, അത് വേറെ കാര്യം. എന്നാലും പറഞ്ഞെന്നുള്ളൂ. പക്ഷെ എത്ര തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേര് രേഷ്മ പി തങ്കച്ചൻ, പക്ഷെ കൊല്ലസുധിയുടെ ഭാര്യ ആയതുകൊണ്ട് എന്റെ പേര് രേണുസുധി. ഇത് എന്തുണ്ടായാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ആള് മരിച്ചത് കൊണ്ട് മാത്രം പേരെടുത്ത ഒരു വ്യക്തി, അതും വെച്ചിട്ട് ഇന്നും കാശാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞാണ് നിങ്ങൾ കേട്ടത്. ഒന്നും കൂടിയും കേൾക്കാം. എന്റെ മനസ്സിന്
മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടാൽ ഞാൻ നാളെ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയേക്കാം. അതും നോയാണ് പറയുന്നത്. അത് നോയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റി പറയാനുള്ളത് കൊണ്ട് ഇതിപ്പോ നോ എന്ന് പറയണോ യെസ് പറയണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. എന്തായാലും നല്ല കിടിലനായിട്ട് നുണ പറയാൻ കഴിയുന്ന, രാഷ്ട്രീയത്തിൽ പോലും ഇത്ര കഴിവുള്ള നുണ പറയുന്ന ആളുകൾ ഉണ്ടാവില്ല കേട്ടോ. കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന മറ്റേ ചാച്ചിയില്ലേ, ഇപ്പൊ നമ്മുടെ ഹെൽബോയ് ചേച്ചി. ഈ ഹെൽബോയ് ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കൃത്യമായ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ടത് മാത്രമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം നടന്നത് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഷെഫീന ബീവിക്ക് ഒരുപാട് കേസുകൾ ഉണ്ടത്രേ, ഒരുപാട് ആളുകൾ കേസ് കൊടുത്തത് കൊണ്ട് അത്ര ആളും ഉണ്ടായിരുന്നത്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അവരെ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ എല്ലാ ഡാറ്റയും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹെൽബോയ് ചേച്ചി ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ വ്യക്തമായിട്ട് ഒന്നും അറിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുധിയെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഈ ഒരു കമന്റ് ഇടുന്നത് എന്ന് വെച്ചാല്, കൊല്ലസുധി മരിച്ചതിന് ശേഷമാണ് ഇവരെ കാണുന്നത് ആളുകൾ. ആ സമയത്ത് നല്ല സ്നേഹം തോന്നിയിരുന്നു. പിന്നീട് പതുക്കെ ഇവർ ചിലപ്പോൾ ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യായിരുന്നെങ്കിൽ അവരോടുള്ള സ്നേഹം കൂടിക്കൂടി വന്നേനെ. അവർ നേരെ ഈ കോപ്രായത്തരങ്ങൾ കാട്ടിയത് കൊണ്ട് മാത്രമാണ് അവരോട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ചിട്ടും മറ്റേ പരിപാടി കാണിക്കുന്നതൊക്കെ വൃത്തികെട്ട പരിപാടി തന്നെയാണ് എല്ലാവരും കാണുന്നത്. അത് എന്തുകൊണ്ട് രേണുവിനോട് മാത്രം ആളുകൾ ഇത് പറയുന്നത് വെച്ചാല് അത് കൊല്ലസുധിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മുന്നേ തന്നെ ഈ രേണുസുധി ഇങ്ങനെയാണ് പോയെന്ന് വെച്ചാൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഒരു ഫാമിലി വ്ളോഗ് ആയിരുന്നു ശരിക്കും നടത്തേണ്ടിയിരുന്നത്. ഇനി കിച്ചു പറയുന്ന ഒരു കാര്യം കേൾക്കണം നിങ്ങൾ. അതായത് ഇത്രയധികം നെഗറ്റീവ് പറയുന്ന എന്റെ അമ്മയെ അങ്ങനെ ആൾക്കാർ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു പറയും, നമുക്ക് എന്തോ പറയാൻ പറ്റും, അവര് പറയട്ടെ. അവൻ അവന്റെ അമ്മേനെ അറിയാം, പിന്നെ നാട്ടുകാർ പറഞ്ഞ അവൻ എന്ത്, അതാണ് അവൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? അതെ നാട്ടുകാർ പറയണത് ഇപ്പൊ ചെക്കൻ ശരിക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചെക്കൻ നൈസായിട്ട് അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രേണു ഇല്ലാത്ത സമയത്ത് ഋതപ്പനായിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോയത് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതാണല്ലോ. അപ്പൊ അതൊന്നും പറയണ്ട. ചെക്കൻ പറയാതിരിക്കണം എന്തുകൊണ്ടാ വെച്ചാ കൂട്ടുകാരടക്കം പറയുന്നുണ്ടാവും ഈ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നത്. ആദ്യം വെറും കോപ്രായത്തരങ്ങൾ ഗോഷ്ഠികൾ മാത്രമായിരുന്നു, പിന്നീട് അത് മാറിയിട്ട് ഈ മറ്റുള്ള വീഡിയോകളിലേക്ക് കടന്നു എന്നുള്ളതാണ്. ശരീര പ്രദർശനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അമ്മ എന്ത് കാണിച്ചാലും അവനൊരു കുഴപ്പമില്ല എന്ന് രണസുന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ പയ്യൻ പറഞ്ഞിട്ടില്ല. ഇപ്പോ ഏകദേശം ഒരു 17-18 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസമായിട്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചൊന്നും പറയല്ലേ, മിസ് ചെയ്യാനൊന്നും ഇല്ല. കാരണം ആ ചെക്കനായിട്ട് ഈ രണസുനക്ക് എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധവും ഇല്ല. പിന്നെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ചെക്കനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉള്ളത്തര പറഞ്ഞത്. എന്തായാലും 2 ദിവസം മുമ്പ് ഗിച്ചു അവിടെ ചെന്നിട്ട് ഋതപ്പനെ എടുത്തുകൊണ്ടുപോയ വീഡിയോ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ബോണ്ട്, ആ രക്തബന്ധം, ആ ഒരു സ്നേഹബന്ധം, അതൊക്കെ കണ്ട് ആളുകളുടെ കണ്ണിൽ നിന്ന് പോലും വെള്ളം വന്നു എന്നുള്ളത്. അത്രമാത്രം അവരെ നാട്ടുകാർക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് രേണുസുധി അതുപോലെ ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാല് ഈ കോപ്രായത്തരങ്ങൾ കൊണ്ട് മാത്രമാണ്. അവരിപ്പോ ചെയ്യുന്ന പരിപാടിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ആ ചെക്കന്മാരെയൊക്കെ ഒന്ന് നല്ലപോലെ നോക്കി, അതായത് മക്കളെയൊക്കെ നല്ലപോലെ നോക്കി കുറച്ച് നല്ല രസമുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും സ്വീകരിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്രമാത്രം നെഗറ്റീവ് കേട്ടിരുന്ന ഒരു വ്യക്തി ഒറ്റയടിക്ക് ബിഗ് ബോസിനകത്ത് പോയിട്ട് അവരെ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ച സമയത്ത് ആളുകൾക്ക് സ്നേഹം തോന്നി. ഞാൻ പോലും അക്ബറിനെതിരെയാണെന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോ രേണുസുധി നല്ല ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും നെഗറ്റീവ് പറയാൻ തോന്നൂല കേട്ടോ. പക്ഷെ കഴിവില്ല, കോപ്രായത്തരങ്ങളാണ്, അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ അമ്പലപ്പറമ്പിലേക്കുള്ള ക്ഷണമൊക്കെ നിന്നു, പാട്ടും കൂത്തൊക്കെ നിന്നു, മറ്റുള്ള ആളുകളെ വിളിക്കാൻ തുടങ്ങി. അത് തന്നെ വലിയ കാര്യമാണ്. കഴിവുള്ള ആളുകളെ സ്വന്തം നാട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കഴിവില്ലാത്ത ആളുകൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് അത് ഊളത്തരാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.